ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ സെക്കൻഡ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് പ്രഗ്നൻ്റ് ആവുന്ന സമയം നമ്മൾ ഫസ്റ്റ് ചൈൽഡിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളതാണ്. അതൊരു വലിയ കോംപ്ലിക്കേറ്റഡ് കാര്യമാണ്. എന്നാലും ഒരുപാട് അനുഭവവും എൻ്റെ അനുഭവം വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് തന്നെ നമ്മൾ മൂത്ത കുഞ്ഞിനോട് കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം. ഇത്ര സമയത്തുള്ള ഒരു കുഞ്ഞു വരും, അപ്പോൾ കളിക്കാൻ ആളുണ്ടാവും. അപ്പോൾ അവനും കൂടെ ഒരു കമ്പയിൻ ചെയ്യുന്ന ഒരാളാണ് വരുന്നത്, അല്ലെങ്കിൽ അവനും കൂടെ വേണ്ടിയിട്ടുള്ള ഒരാളാണ് വരുന്നത് എന്നുള്ളൊരു ബോധ്യം കുഞ്ഞിന് ആദ്യം മുതലേ തന്നെ ഉണ്ടാക്കണം. അതുപോലെ തന്നെ അമ്മയുമായി കൂടുതലായിട്ട് അടുത്തിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ അച്ഛൻ അതല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് വീട്ടിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മളോട് ചേർന്ന് കൂടുതൽ സമയം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ളൊരു സമയം നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലാവുന്ന സമയത്താണെങ്കിൽ കൂടി ഇത്ര സമയത്തുള്ള നമ്മുടെ കുഞ്ഞുമാവിക്ക് വേണ്ടിയിട്ടാണ് വരുന്നത്, അപ്പോൾ മോൻ ഇങ്ങനെ ഇരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുൻകൂട്ടി നമ്മൾ കുഞ്ഞിനോട് പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം പെട്ടെന്ന് ഇതൊന്നും പറയാതെ നമ്മൾ പെട്ടെന്ന് സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് കുഞ്ഞിനത് പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, അത് ഒരുപാട് പ്രശ്നങ്ങളിലോട്ട് പോകും. അതുപോലെ തന്നെ കുഞ്ഞ് വന്ന സമയത്ത് മൂത്ത കുട്ടീനെ കൊണ്ട് കാണിക്കുക, അവർക്കൊരു ബോണ്ടിങ് സമയം അത് ഓരോ സാഹചര്യങ്ങൾ തയ്യാറാക്കി കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ ഇളയ കുട്ടി കാണാൻ വരുന്ന ഗസ്റ്റുകൾ, നമുക്ക് പറയാൻ പറ്റുന്ന ഗസ്റ്റുകളാണെങ്കിൽ, കാരണം മൂത്ത കുട്ടിയും ചെറിയ കുട്ടിയാണ്, അപ്പോൾ അതുപോലെ എന്തെങ്കിലും കൊണ്ടുവരുന്ന സമയത്ത് ഗിഫ്റ്റ്സ് കാര്യങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് മൂത്ത കുട്ടിയെ കൂടെ പരിഗണിച്ച് എന്തെങ്കിലും കൊണ്ടുവരാനായിട്ട് നമുക്ക് സ്വാതന്ത്ര്യമുള്ള ഗസ്റ്റിനോടൊക്കെ പറയുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ബേബി വന്നാൽ തന്നെയും നമ്മൾ കൂടുതൽ അറ്റൻഷൻ കുഞ്ഞിന് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ കാരണം നമ്മളൊരു കുഞ്ഞിനെ അഡ്ജസ്റ്റ് ആവുന്നത് പോലെ തന്നെ നമുക്ക് ആ മൂത്ത കുട്ടിക്കും ഇളയ കുട്ടിയെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം വേണ്ടി വരും. അതിനുള്ള അവസരം നമ്മൾ കൊടുക്കണം. കാരണം ആ ഒരു സമയത്ത് പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ സി സെക്ഷൻ ആണെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടാവാം. പക്ഷേ ആ സമയത്താണെങ്കിൽ കൂടി നമ്മൾ മാക്സിമം മൂത്ത കുട്ടിക്ക് അറ്റൻഷൻ കൊടുത്ത് കൊണ്ടുപോയത് കുറച്ച് കാലയളവിൽ മാത്രമേ ഉള്ളൂ. അതിനുശേഷം കുഞ്ഞ് ഇളയ കുട്ടിയായിട്ട് ആ ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ഹാപ്പിയായിട്ട് തന്നെ മുന്നോട്ട് പോകും. എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് ആരെങ്കിലും ഒരു പ്രയോജനപ്രദമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.